അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വീസ്റ്റേൺസ് ബ്രിഡ്ജ് പറഞ്ഞു. അതിനുശേഷം വരുന്ന അടുത്ത എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ്. അപ്പോൾ ഇതാണ് ആ മീറ്റർ ബ്രിഡ്ജിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അല്ലേ. അപ്പോൾ ഞാനിത് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ ഈ എ ബി എന്ന് പറഞ്ഞത് ശരിക്കും 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയറാണ്. ലാബിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ എ ബി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മീറ്റർ ലെങ്ത് ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ മീറ്റർ ബ്രിഡ്ജ് എന്നുള്ള പേര് വരാനുള്ള കാരണം 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ. ലാബിൽ ഇതേപോലത്തെ ഒരു സ്കെയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്കെയിലിൽ 100 സെൻറ്റിമീറ്റർ ഉണ്ടാവും. എ ബി എന്നൊരു വയറുണ്ടാവും അല്ലേ. എന്നിട്ട് ഇവിടെയൊക്കെ കോപ്പറാണ്. ഇതൊക്കെ കോപ്പർ സ്ട്രിപ്പ് എന്നാണ് പറയാം. കോപ്പറിൻ്റെ സ്ട്രിപ്പാണ്. കാരണം കോപ്പർ ഒരു മെറ്റാലിക്കാണ്. അപ്പോൾ ഇതിലൂടെ ഈസിയായിട്ട് കറണ്ട് പാസ് ചെയ്യും. ഇത് 2 എൽ ഷേപ്പ് സ്ട്രിപ്പ് ഉണ്ട്. കോപ്പറിൻ്റെ 2 എൽ ഷേപ്പ് സ്ട്രിപ്പ്. അതിനുശേഷം മിഡിൽ ഇതേപോലത്തെ ഒരു കോപ്പർ സ്ട്രിപ്പ് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് R കണക്ട് ചെയ്യും. അതാണ് ഈ R. പിന്നെ ഇവിടെ ഒരു എക്സ് കണക്ട് ചെയ്യും. ഈ എക്സ് ആണ് അൺനോൺ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് അൺനോൺ കണക്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എ ബി എൻഡ് ഒരു സെല്ലിലേക്കും ഒരു കീ വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും താഴെ. ക്ലിയർ. പിന്നെ ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഈ ഓരോരോ കണക്ട് ചെയ്യാനുള്ള ഓരോ പോയിന്റ് ഉണ്ടാവും. ഈ 2 പോയിന്റ് ഇടയ്ക്കാണ് ഈ കോപ്പർ സ്ട്രിപ്പിൻ്റെ ഇടയ്ക്ക് കണക്ട് ചെയ്യാനുള്ള പോയിന്റ് ഉണ്ട്. ഈ 2 പോയിന്റ് ഇടയ്ക്കാണ് നമ്മൾ R കണക്ട് ചെയ്യുക. നോൺ റെസിസ്റ്റർ എന്നാണ് പറയുക. ഈ 2 പോയിന്റ് ഇടയ്ക്ക് ഒരു അൺനോൺ കണക്ട് ചെയ്യും. ഇനി ഇവിടെ ഒരു പോയിന്റും കൂടി ഉണ്ട്. ഈ പോയിന്റിലാണ് നമ്മൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുക. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുക. പിന്നെ ആ എൻഡ് കണക്ട് ചെയ്യുന്ന വേറൊരു സംഭവമുണ്ട്, ഈ ജെ എന്നുള്ള സംഭവം. ഈ ജെനെ നമ്മൾ സാധാരണ ജോക്കി എന്ന് പറയാം. ജെനെ നമ്മൾ സാധാരണ എന്താ പറയുക? ജോക്കി. അപ്പോൾ ഈ ജോക്കി എന്നുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു റോഡാണ്. ഈ റോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ജോക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗാൽവനോമീറ്ററിൽ നിന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു വയർ എടുക്കും. ആ വയർ നമ്മൾ ഈ ഇതേപോലത്തെ ഒരു മെറ്റാലിക് റോഡ് ഉണ്ടാവും. അതിനെ നമ്മൾ സാധനം ഈ ജോക്കി എന്ന് പറയാം. ആ ജോക്കിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് അടുത്ത എൻഡ് നമ്മൾ ഇങ്ങനെ എന്ത് വെച്ചാൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വയർ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗാൽവനോമീറ്ററിലെ റീഡിങ് 0 ആക്കണം. കാരണം നമ്മൾ ഈ ചെയ്യുന്ന എക്സ്പെരിമെന്റിലൊക്കെ നൾ ഡിഫ്ലക്ഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. നൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ ആ ജോക്കി എന്നുള്ള സംഭവം ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഗാൽവനോമീറ്റർ റീഡിങ് എന്തായിട്ടുണ്ടാവും? 0 ആയിട്ടോ. ആ പോയിന്റാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവത്തിന് നമ്മൾ എന്താ പറയുക? ജോക്കി. അപ്പോൾ ഇതാണ് എക്സ്പെരിമെന്റ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് വരയ്ക്കുക അല്ലേ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നമുക്കറിയാം എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? എ ബി എന്ന് പറയുന്നത് എ ബി 1 മീറ്റർ ഓർ 100 സെൻറ്റിമീറ്റർ യൂണിഫോം ക്രോസ് സെക്ഷണൽ വയറാണ്. യൂണിഫോം ക്രോസ് സെക്ഷണൽ വയർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ചിത്രത്തിൽ കാണിച്ചുള്ള എ ബി എന്ന് പറയുന്നത് 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള യൂണിഫോം ക്രോസ് സെക്ഷണൽ വയറാണ്. യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ ക്രോസ് സെക്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ശരിയല്ലേ? യൂണിഫോം ക്രോസ് സെക്ഷണൽ വയർ. ക്ലിയർ. ഇതൊക്കെ നമ്മൾ സാധാരണ കോപ്പർ സ്ട്രിപ്പ് എന്നാ പറയുക. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക? കോപ്പർ സ്ട്രിപ്പാണ്. ഇത് കോപ്പർ സ്ട്രിപ്പാണ്, ഇത് കോപ്പർ സ്ട്രിപ്പാണ്, ഇത് 2 എൽ ഷേപ്പാണ്. ഇതും എൽ ഷേപ്പ്ഡ് കോപ്പർ സ്ട്രിപ്പ്. ഇത് സ്ട്രെയിറ്റ് ആണ്. ഇത് ഈ കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. പിന്നെ ഈ എ ബി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ എ ബിന്റെ ഈ എൻഡ് ഈ വയർ ഇങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുത്തിട്ട് ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത്. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ ബാറ്ററി, അതേപോലെ കീ എന്ന് പറഞ്ഞാൽ സെല്ല്. ഈ കീ കീ ക്ലോസ്. അപ്പോൾ കീ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യാൻ തുടങ്ങുക? കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങുക. ശരിയല്ലേ? കീ ഓപ്പൺ ആണെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല. സെല്ല് അല്ലെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്യുക. ക്ലിയർ. ഇനി അപ്പോൾ എ ബി ഞാൻ പറഞ്ഞു 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്ററുള്ള യൂണിഫോം ക്രോസ് സെക്ഷണൽ വയറാണ്. അപ്പോൾ നമ്മുടെ ലാബിൽ ഇവിടെ ഒരു സ്കെയിലും കൂടി ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ആ ലെങ്ത് കറക്റ്റ് നോക്കുക. ഇനി ഇവിടെ R എന്ന് പറയുന്നത് എന്താണ്? നോൺ റെസിസ്റ്റർ ആണ്. R എന്താണ്? നോൺ റെസിസ്റ്റർ. R നോൺ റെസിസ്റ്റർ ആണ്. ഇനി X എന്താണ്? X ആണ് നമ്മളെ അൺനോൺ റെസിസ്റ്റർ. X ആണ് ആര്? അൺനോൺ റെസിസ്റ്റർ അല്ലെ. X എന്ന് പറഞ്ഞാൽ അൺനോൺ റെസിസ്റ്റർ. ഈ ക്യാപിറ്റൽ ലെറ്റർ G എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ G ആണ് ഗാൽവനോമീറ്റർ. ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് ക്യാപിറ്റൽ ലെറ്റർ G. അതേപോലെ ഈ J എന്ന് പറഞ്ഞ സംഭവത്തിനെ നമ്മൾ സാധാരണ ജോക്കി എന്ന് പറയാം അല്ലേ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഗാൽവനോമീറ്റർ റീഡിങ് 0 ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു മെറ്റാലിക് റോഡാണ്. അതിനെ നമ്മൾ എന്താ പറയുക? ജോക്കി അല്ലേ. അപ്പോൾ ഇയാളൊരു എയിം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് എയിം? ഈ എക്സ്പെരിമെന്റ് നമ്മൾ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ടു കാൽക്കുലേറ്റ് അൺനോൺ റെസിസ്റ്റൻസ്.
അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ് ആണ് അൺനോൺ റെസിസ്റ്റൻസ് ആണ് എക്സ്. ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ആര്? മീറ്റർ ബ്രിഡ്ജ്. ഇയാൾ വർക്ക് ചെയ്യുന്നത്, ഇയാളെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബാലൻസ്ഡ് കണ്ടീഷൻ ഓഫ് വീസ്റ്റേൺസ് ബ്രിഡ്ജ് ആണ്. ബാലൻസ്ഡ് കണ്ടീഷൻ ഓഫ് വീസ്റ്റേൺസ് ബ്രിഡ്ജ്. വീസ്റ്റേൺസ് ബ്രിഡ്ജ്. അപ്പോൾ ഈ മീറ്റർ ബ്രിഡ്ജ് നമ്മൾ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. ഇയാൾ വർക്ക് ചെയ്യുന്ന ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്? വീസ്റ്റേൺസ് ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. P/Q = എന്താണ്? R/S. ക്ലിയർ. ബാലൻസ്ഡ് കണ്ടീഷൻ എപ്പോഴും P/Q = R/S. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ J എന്നുള്ള സംഭവം നമ്മളിങ്ങനെ മൂവ് ചെയ്യണം. ആ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഗാൽവനോമീറ്റർ ഷോസ് നൾ ഡിഫ്ലക്ഷൻ. ഗാൽവനോമീറ്റർ ഷോസ് നൾ ഡിഫ്ലക്ഷൻ. ഇപ്പൊ നൾ ഡിഫ്ലക്ഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ആറിന്റെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഗാൽവനോമീറ്ററിലെ റീഡിംഗ് എന്താക്കണം? 0 ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ സർക്യൂട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കറിയാം A മുതൽ B വരെയുള്ള ലെങ്ത് എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ് അല്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ J എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ മൂവ് ചെയ്തപ്പോൾ ഈ പോയിന്റിൽ എത്തുന്ന സമയത്ത്, ഈ പോയിന്റിൽ എത്തിയ സമയത്ത് ഗാൽവനോമീറ്ററിലെ റീഡിംഗ് ആരായിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ സംഭവം ബാലൻസ്ഡ് ആയി എന്ന് നമ്മൾ പറയാം. അപ്പൊ അങ്ങോട്ടേക്കുള്ള ലെങ്ത് ആണ് L. തെറ്റിപ്പോരുത്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് 100 സെന്റിമീറ്റർ. കാരണം സെന്റിമീറ്ററിലാണ് നമ്മളിത് എടുക്കാറ്. കാരണം ലാബിൽ ഇവിടെ ഒരു സെന്റിമീറ്റർ സ്കെയിലോ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് 100 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്ത് AJ എന്ന് പറഞ്ഞ ഈ J എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഗാൽവനോമീറ്റർ ഷോസ് നൾ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഈ A-ന്ന് J-ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? L. അപ്പൊ ബാക്കി ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവും? 100 - L. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 100 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് L കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താണ്? 100 - L. ഈ L-ന് നമ്മൾ പറയുന്ന പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് ലെങ്ത്. ശ്രദ്ധിക്കുക, ഈ L-നെ പറഞ്ഞ പേരാണെന്ത്? ബാലൻസിങ് ലെങ്ത്. ബാലൻസിങ് ലെങ്ത് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദാറ്റ് ലെങ്ത് G shows null deflection. ഗാൽവനോമീറ്റർ എന്ത് കാണിച്ചിട്ടുണ്ടാവും? നൾ ഡിഫ്ലക്ഷൻ കാണിച്ചിട്ടുണ്ടാവും. ക്ലിയർ. അപ്പൊ L നമ്മൾ പറഞ്ഞ പേരാണ് ബാലൻസിങ് ലെങ്ത്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ലെങ്ത്തിൽ എത്തിക്കഴിയുമ്പോൾ ഗാൽവനോമീറ്ററിലെ റീഡിംഗ് എന്തായിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. അതാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഗാൽവനോമീറ്ററിലെ റീഡിംഗ് ഇപ്പോൾ ആരായി? നമ്മൾ സർക്യൂട്ടൊക്കെ ക്ലോസ് ചെയ്തു, ഈ സാധനം ജോക്കി മൂവ് ചെയ്തു, ഗാൽവനോമീറ്റർ ഇവിടെ എത്തിയപ്പോൾ ഷോസ് നൾ ഡിഫ്ലക്ഷൻ. ക്ലിയർ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ A to J എന്നുള്ള പോർഷൻ ഞാൻ P എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. അതേപോലെ J to B എന്നുള്ള പോർഷൻ ഞാൻ Q എടുത്തു. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ P എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് ലെങ്ത് L. ഈ AJ എന്നുള്ള പോർഷൻ, ഈ AJ എന്നുള്ള പോർഷന്റെ ലെങ്ത്തിലെ റെസിസ്റ്റൻസ് ആണ് P. കാരണം ആ വയറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ആ റെസിസ്റ്റൻസ് ആണ് P. ആ P എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ലെങ്ത് L. ബാലൻസിങ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയ റെസിസ്റ്റൻസ്. അപ്പൊ Q എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഓഫ് ലെങ്ത് 100 - L. 100 - L എന്ന് പറഞ്ഞാൽ ഏതാണ്? JB. JB എന്നുള്ള ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് Q. ക്ലിയർ. അപ്പൊ ഇത്രയും സംഭവം മനസ്സിലായോ? ഇപ്പൊ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ ആയി. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് ആണ് L. അയാളെ റെസിസ്റ്റൻസ് ആണ് P. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 100 - L. അയാളെ റെസിസ്റ്റൻസ് ആണ് Q. ക്ലിയർ. ഇനി നമ്മൾ ഓൾറെഡി റെസിസ്റ്റൻസിന് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോർമുല? R = ρL/A പഠിച്ചിട്ടില്ലേ? R നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റിവിറ്റി വെച്ചിട്ട്. R = ρL/A. എന്തായാലും നമ്മുടെ അടുത്ത് AB എന്നുള്ള വയർ ഒരു കോൺസ്റ്റന്റ് വയർ അല്ലേ? അപ്പൊ അയാളെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് അല്ലേ? കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വയർ ഇപ്പൊ നിക്രോം ആണെങ്കിൽ നിക്രോം, അല്ലെങ്കിൽ മാൻഗാനിൻ, ഇങ്ങനെ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആണ്. കാരണം മെറ്റീരിയലിന്റെ വയർ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ചേഞ്ചും ചെയ്യുന്നില്ല, അതേപോലെ ടെമ്പറേച്ചർ ഒന്നും മാറ്റുന്നില്ല. അപ്പൊ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് അല്ലേ? പിന്നെ അത് യൂണിഫോം ക്രോസ് സെക്ഷണൽ വയർ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? റോ എന്നുള്ള സംഭവം എയും കോൺസ്റ്റന്റ് ആയിരിക്കും. ശരിയാണോ? കാരണം റെസിസ്റ്റിവിറ്റി ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി അത് കോൺസ്റ്റന്റ്. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് യൂണിഫോം ക്രോസ് സെക്ഷൻ ആണ്, πr². അപ്പൊ ഏരിയയും കോൺസ്റ്റന്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ റെസിസ്റ്റൻസ് പിന്നെ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L വരുള്ളൂ. ക്ലിയർ. ഇതാണ് ഇയാളെ പ്രിൻസിപ്പിൾ. അപ്പോൾ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തേ വരുള്ളൂ? ലെങ്ത്. അപ്പോൾ
റെസിസ്റ്റൻസ് കാണണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആരെ കണ്ടാൽ മതി? ബാലൻസിങ് ലെങ്ത് കണ്ടാൽ മതി. കാരണം എൽ നമുക്ക് കിട്ടിയ ബാലൻസിങ് ലെങ്ത് അല്ല, ഗാലോമീറ്റർ 0 ആയില്ലേ. അപ്പോൾ ആർ പ്രപ്പോർഷൻ എന്ത് ചെയ്യുക? എൽ ചെയ്യുക. അപ്പം നിങ്ങൾ നോക്കുക, ഇപ്പൊ എ ടു ജെ എന്നുള്ള പോർഷന്റെ ലെങ്ത് എൽ അല്ലേ, അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് പി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആർ പ്രപ്പോർഷൻ ടു എൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പി പ്രപ്പോർഷണൽ ടു എൽ എന്ന് എഴുതിക്കൂടെ? കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള പോർഷന്റെ ലെങ്ത് എൽ, അവിടുത്തെ റെസിസ്റ്റൻസ് പി അല്ലേ. അപ്പൊ ആർ പ്രപ്പോർഷൻ ടു എൽ ആണെങ്കിൽ പി പ്രപ്പോർഷൻ ടു എൽ എന്ന് എഴുതിക്കൂടെ? ഇനി അടുത്ത പോർഷന്റെ റെസിസ്റ്റൻസ് ക്യൂ അല്ലേ. അപ്പൊ ക്യൂ പ്രപ്പോർഷണൽ ടു അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ് അല്ലെങ്കിൽ ലെങ്ത് എത്രയാണ്? 100 മൈനസ് എൽ. അപ്പൊ ക്യൂ പ്രപ്പോർഷണൽ ടു 100 മൈനസ് എൽ എന്ന് എഴുതാം. ക്ലിയർ? അപ്പൊ ഇതാണ് പ്രിൻസിപ്പിൾ. ആർ പ്രപ്പോർഷൻ ടു എൽ ആയതുകൊണ്ട് പി എന്ന് പറഞ്ഞ പോർഷനിലെ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു ആ പോർഷന്റെ ലെങ്ത്, ക്യൂ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു ആ പോർഷന്റെ ലെങ്ത്. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രപ്പോർഷാലിറ്റി ക്യാൻസൽ ആവും. കാരണം പ്രപ്പോർഷാലിറ്റി റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരുമല്ലോ, ഇവിടെയും കോൺസ്റ്റന്റ് ഇവിടെയും കോൺസ്റ്റന്റ്. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ ആര് ക്യാൻസൽ ആവും? കോൺസ്റ്റന്റ് ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി ബൈ ക്യൂ ഈക്വൽ ടു എൽ ബൈ 100 മൈനസ് എൽ കിട്ടും. ക്ലിയർ? സോ ദിസ് ഇസ് ഇക്വേഷൻ 1 ഞാൻ എടുത്തു. ദിസ് ഇസ് ഇക്വേഷൻ 1. അപ്പൊ പി ബൈ ക്യൂ ഇസ് ഈക്വൽ എൽ ബൈ 100 മൈനസ് എൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പി റെസിസ്റ്റൻസ് പി, ഇത് ക്യൂ അല്ലേ, എൽ ബൈ 100 മൈനസ് എൽ. ഇപ്പൊ ഇതൊരു വീസ്റ്റേൺസ് ബ്രിഡ്ജ് ആണോ? അല്ലേ? നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം ഒരു വീസ്റ്റേൺസ് ബ്രിഡ്ജ് അല്ല. കാരണം നമ്മൾ വീസ്റ്റേൺസ് ബ്രിഡ്ജ് വരച്ചപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെയായിരുന്നു വരച്ചിരുന്നത്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നോക്കാം, ഇവിടെ പി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഇല്ലേ, ഇവിടെ പി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ, ഇവിടെ പി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട്. ക്ലിയർ? ഇവിടെ പി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ആരുണ്ട്? ക്യൂ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഇല്ലേ. ഇനി ഇവിടെ ആരുണ്ട്? ഈ പിന്റെ ക്യൂവിന്റെ ഇടയ്ക്ക് ഇവിടെ ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഇവിടെ ഇല്ലേ, ആർ ഉണ്ട്. പിന്നെ ആരുണ്ട്? ഒരു എക്സ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഇല്ലേ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ആരുണ്ട്? അതിന്റെ ഇടയ്ക്ക് ഗാൽവനോമീറ്റർ ഉണ്ട്. ക്ലിയർ? അത് സെല്ലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞ ആര് തന്നെയാണ്? വീസ്റ്റേൺസ് ബ്രിഡ്ജ് ആണോ? അല്ലേ? ചിത്രം ഡയറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഇയാളിപ്പോൾ വീസ്റ്റേൺസ് ബ്രിഡ്ജ് പോലെ തന്നെയാണ്. ശരിയാണോ? കാരണം ഞാൻ ഒന്നുകൂടി പറയാം, പി ക്യൂ ആർ എക്സ് 4 റെസിസ്റ്റേഴ്സ് ഒന്നില്ലേ, പിയും ക്യൂവും ആറും എക്സും 4 റെസിസ്റ്റേഴ്സ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗാൽവനോമീറ്റർ. പിന്നെ ഇത് സെല്ലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്ക് തുല്യം തന്നെയാണ്? വീസ്റ്റേൺസ് ബ്രിഡ്ജ് പോലെ തന്നെയാണ്. 4 റെസിസ്റ്റേഴ്സ്, ഇടയ്ക്ക് ഗാൽവനോമീറ്റർ, സെല്ലിലേക്ക്. ഇപ്പോൾ ബാലൻസ്ഡും ആയി. കാരണം ഗാൽവനോമീറ്റർ ആരാണ്? 0 ആണ് റീഡിങ്. കാരണം ഈ എൽ എന്ന് പറഞ്ഞ ബാലൻസിംഗ് ലെങ്ത് എത്തിയപ്പോൾ ഗാൽവനോമീറ്റർ റീഡിങ് 0 ആണ്. അപ്പോൾ ഇയാൾ ഇപ്പോൾ ആരായിട്ട് ആക്ട് ചെയ്യും? ഒരു വീസ്റ്റേൺസ് ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ ആയിട്ട് ആക്ട് ചെയ്യൂലേ. കാരണം പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എക്സ് ആവൂലേ. കാരണം ഗാൽവനോമീറ്റർ മിഡിൽ 0 ആയി. ഈ റെസിസ്റ്റൻസ് പി, ഇത് ക്യൂ, ഇത് ആർ എസ്. അപ്പോൾ പി ബൈ ക്യൂ ഇസ് ഈക്വൽ ആർ ബൈ എക്സ് എഴുതി കൂടെ. അപ്പോൾ എന്ത് സംഭവിക്കും? ദിസ് സെറ്റപ്പ് സിമിലർ ടു ബാലൻസ്ഡ് വീസ്റ്റേൺസ് ബ്രിഡ്ജ് അല്ലേ? ദിസ് സെറ്റ്, അതുകൊണ്ടാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ വീസ്റ്റേൺസ് ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ ആണ് പറയുന്നത്. അപ്പോൾ ദിസ് സെറ്റപ്പ് ഇപ്പൊ ആർക്ക് തുല്യമാണ്? വീസ്റ്റേൺസ് ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ തുല്യമാണ്. എന്താണ് ബാലൻസ്ഡ് കണ്ടീഷൻ? പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ എക്സ് എടുത്തുള്ളൂ. ഇനി എസ് എടുത്താൽ മതി. അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷൻ എപ്പോഴും നമ്മൾ ഓൾറെഡി പഠിച്ചു. പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആറാണ്, ആർ ബൈ എക്സ് ആണ്. ഇനി പി ബൈ ക്യൂന് വരുന്നേക്ക് എന്തുണ്ട്? ആരെ കൊടുക്കുക? അപ്പോൾ 1 and 2 കമ്പയർ ചെയ്യുമ്പോൾ പി ബൈ ക്യൂനെ നമുക്ക് ആരെടുക്കാം? എൽ ബൈ 100 മൈനസ് എൽ ഈക്വൽ ടു ആർ ബൈ എക്സ്. അപ്പൊ ഇതാണ് ശരിക്ക് പ്രിൻസിപ്പിൾ ആണല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്? അൺനോൺ റെസിസ്റ്റൻസ് ആണ്. ആർ നമുക്കറിയാം നോൺ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ആറിന്റെ വാല്യൂ നമുക്കറിയാം നോൺ റെസിസ്റ്റൻസ്. എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അൺനോൺ റെസിസ്റ്റൻസ്. എല്ലാവരുടെ ബാലൻസിംഗ് ലെങ്ത് അത് നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കിട്ടും. കാരണം ഇവിടുന്ന് ഇപ്പോൾ അത് 40 സെന്റിമീറ്ററിലാണ് ഇയാൾ ബാലൻസ്ഡ് ആയി വിചാരിക്കുക. അപ്പോൾ എല്ലിന്റെ വാല്യൂ 40 എടുത്താൽ മതി. അപ്പോൾ ഇത് 100 മൈനസ് 40 വരും, 16 വരും. പിന്നെ മുകളിലും താഴെ സെന്റിമീറ്റർ ക്യാൻസൽ ചെയ്ത് പോകും, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ 60 സെന്റിമീറ്ററിലാണ് ബാലൻസ് ചെയ്തതെങ്കിൽ ഇവിടെ 60 വരും, ഇവിടെ 100 മൈനസ് 60 വരും. ആറിന്റെ വാല്യൂ നമുക്കറിയാം, എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സ് ഈക്വൽ എന്ത് ചെയ്താൽ മതി? എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു 100 മൈനസ് എൽ ഡിവൈഡിങ് ബൈ എൽ ചെയ്താൽ മതി. ക്ലിയർ? എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു 100 മൈനസ് എൽ ബൈ എൽ. ക്ലിയർ? അപ്പൊ ഇതാണ് വീസ്റ്റേൺസ് ബ്രിഡ്ജിന്റെ ഉപയോഗിച്ച് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് എന്നൊരു എക്സ്പെരിമെന്റ് ചെയ്തത്. ക്ലിയർ?
അപ്പോൾ നമുക്ക് വീസ്റ്റേൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുന്ന അതേ കണ്ടീഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് P/Q = R/X നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അവസാനം എന്ത് കിട്ടി? L/100 - L = R/X. ഇതിന്റെ വാല്യൂ നമുക്കറിയാം. L നമ്മൾ കണ്ടുപിടിക്കുക. എവിടെയാണ് ഗാൽവനോമീറ്റർ 0 ആവുക? അതാണ് L. X കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിലപ്പം ഇത് എന്ത് ചെയ്യാറുണ്ട്, ഇവിടെയും കണക്ട് ചെയ്യാറുണ്ട്. അപ്പോഴും നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല. കാരണം എക്സാമിന് 2 ടൈപ്പിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാനതാ ഇതിന് നമ്മൾ സാധനം റൈറ്റ് ഗ്യാപ്പ് എന്ന് പറയും, ഇതിനെ ലെഫ്റ്റ് ഗ്യാപ്പ് എന്ന് പറയും. ഇപ്പം ഇയാൾ ഇരിക്കുന്നത് ലെഫ്റ്റ് ഗ്യാപ്പിലാണ്, ഇയാൾ ഇരിക്കുന്നത് റൈറ്റ് ഗ്യാപ്പിലാണ്. അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസ് ഇപ്പം ഏത് ഗ്യാപ്പിലാണ്? അൺനോൺ റെസിസ്റ്റൻസ് റൈറ്റ് ഗ്യാപ്പിലും നോൺ റെസിസ്റ്റൻസ് ലെഫ്റ്റ് ഗ്യാപ്പിലും. ശരിയല്ലേ? ചിലപ്പോൾ തിരിച്ചും വരാം. ഇവിടെ ആര് വരാം? ചിലപ്പം ഇവിടെ അവർ എക്സിനെ കൊണ്ടാക്കും, ഇവിടെ ആരും കൊണ്ടാക്കും? ആറും. അപ്പോഴും നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. P/Q = എപ്പോഴും ആരായിരിക്കും? P/Q = R/X ആണ്. തിരിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? P/Q = തിരിച്ചെടുത്താൽ മതി, X/R എടുത്താൽ മതി. അത്രേ ഉള്ളൂ സംഭവം. കൺഫ്യൂഷൻ വേണ്ട. സാധാരണ നിങ്ങൾ നോക്കുക, ഇതെപ്പോഴും P എടുക്കുക, ഇതെപ്പോഴും Q എടുക്കുക. അപ്പോൾ P/Q = R/X ആണ്. അപ്പോൾ ഇവിടെ X വന്നാൽ X/R. ഇനി P/Q എപ്പോഴും ആര് എഴുതിയാൽ മതി? L/100 - L. P/Q എപ്പോഴും ആരായിരിക്കും? L/. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 2 ഫോർമുല പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എക്സാമിനത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. P/Q ഇത് P ആണെന്ന് വിചാരിക്കുക, ഇത് Q ആണെന്ന് വിചാരിക്കുക എപ്പോഴും. അപ്പോൾ P/Q = ഇത് R ആണെങ്കിൽ R/X, ഇതിന് X ആണെങ്കിൽ X/R അല്ലേ? പിന്നെ P/Q എപ്പോഴും ആർക്ക് തുല്യമായിരിക്കും? L/100 - L. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് മീറ്റർ ബ്രിഡ്ജിന്റെ എക്സ്പെരിമെന്റ് ഉപയോഗിച്ചിട്ട് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക.